രാവിലെ മക്കളൊക്കെ നല്ല ഉറക്കാട്ടെ, നല്ല സൂര്യനൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ സൂര്യൻ ഉദിക്കാതെ പിന്നെ ചന്ദ്രൻ ഉദിക്കുക ഏതാ ഇവളെന്ന് വിചാരിക്കില്ല നിങ്ങൾ. അതൊക്കെ പോട്ടെ. അങ്ങനെ രാവിലെ അടുക്കള വെച്ചിട്ടുണ്ടോ നിങ്ങൾ എന്താ പറയാൻ എനിക്കറിയില്ല, ഞങ്ങൾ ഒട്ടടാന്നാണ് പറയല്. അപ്പോൾ ഇതിനെന്താ കറി എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. കറി നോക്കിയിട്ടൊന്നും കാര്യമില്ല, ഇതിങ്ങനെ പച്ചക്ക് കഴിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ അതൊക്കെ കഴിക്കുന്നതിന് മുന്നേ ഞാൻ വേറൊരു സംഭവം കുടിക്കാനുണ്ട്. ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു ഉലുവൻ്റെ ഡ്രിങ്ക് കുടിക്കാറുണ്ട്. അപ്പോൾ അതും കൂടി ഇത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഈ ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിയണ്ടേ. അപ്പോൾ അത് കഴിയാനുള്ള പരിപാടിയാണ്. പിന്നെ ഇതാ മത്തി കിട്ടിയിട്ടുണ്ട് കറി വെക്കാൻ ഉച്ചയ്ക്ക്. പിന്നെ കുറച്ച് പഴം അവിടെ ഇരിപ്പുണ്ട്, അതവിടെ ഇരിക്കട്ടെ. അപ്പം ഞാൻ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ മക്കളെ കൊണ്ട് ഇറങ്ങിയപ്പം കുറച്ച് ജാമ്പൊക്കെ അവിടെ കണ്ടിട്ടു. അപ്പോൾ അത് അനിയത്തിനെ ഓടിച്ച് അവിടെ നിന്ന് പറിക്കാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ പറിച്ച് കഴിഞ്ഞ് ഉപ്പിലിട്ട് കഴിക്കാനൊക്കെ ആണ് വിചാരിച്ചത്. പക്ഷേ അതൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും വലിയ നമുക്ക് നോക്കാം, കിട്ടിയാൽ കിട്ടിയല്ലോ. അങ്ങനെ ഞാൻ വീണ്ടും പോയി നോക്കി. നല്ല മധുരമുള്ള ജാമ്പൊക്കെ കേട്ടോ, നല്ല മധുരമൊക്കെ തോന്നിയിട്ടുണ്ട്. ചിലതൊക്കെ പുളിപ്പാണ് ഉണ്ടാവുന്നത്, ഇതിന് മധുരമൊക്കെ ഉണ്ട്. എന്തായാലും വലിയ അനിയത്തി അതൊക്കെ കഴുകി വാഷ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു കൊക്കോക്കായ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് എന്തായാലും ഒന്നായിട്ടൊന്നുമില്ല. എന്തായാലും കിട്ടി ചാമ്പൊക്കെ എടുക്കട്ടെ. പിന്നെ ഇമ്മൻ്റെ ഇവിടെ ചക്ക നന്നാക്കുന്നുണ്ടല്ലോ. പിന്നെ അതിൻ്റെ പിന്നാലെ അതിങ്ങനെ വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങിയിട്ട് ഞാനും മക്കളും. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ചക്കയായിരുന്നു കേട്ടോ. അപ്പം പഠിത്തൊരു കുടുംബ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന പിന്നെ അത് പുഴുക്കുണ്ടാക്കി അതും മീൻ കറിയൊക്കെ കഴിച്ചു. പിന്നെ രാത്രിയായപ്പോൾ എൻ്റെ മക്കൾക്ക് ഭയങ്കര ബോധി കേട്ടോ, പടകം പൊട്ടിക്കണം. അപ്പം എൻ്റെ അപ്പനോട് പറഞ്ഞു കുറച്ച് പൂത്തിരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതൊക്കെ അവരെ മുഖത്ത് കണ്ടോ ഭയങ്കര സന്തോഷം. എന്താണ് ഭയങ്കര പെരുന്നാടാവെങ്ങാനും പോലെയാണ് അവർ മുഖത്ത് കാണുന്നത്. അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര താല്പര്യമുള്ള കാര്യങ്ങളാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അങ്ങനെ എന്തായാലും വലിയ അപകടമൊന്നും ഇല്ലാതെ ഓരോന്ന് ചെറിയ ചെറിയ പൂത്തിരികൾ അവരങ്ങനെ കത്തിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവളെ കൊണ്ട് കഴിയുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും കയ്യിൽ പിടിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ അത് നമ്മൾ സമ്മതിക്കാത്തതുകൊണ്ട് അവരിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും അവർക്ക് അത് നടക്കൂല എന്നൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ എന്തായാലും മോക്കൊക്കെ നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ഇനി ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചതായിരുന്നു. അപ്പം ഇപ്പോൾ വന്നപ്പോൾ കുറച്ച് പടങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് പൊട്ടിച്ചിട്ടും. അപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. അങ്ങനെ ഒന്നും റെഡിയാവാത്തൊരു സംഭവം ഉണ്ട് കേട്ടോ. അതിമേൽ ഇപ്പോൾ കടിഞ്ഞ് പണിയെടുക്കുന്നുണ്ട്. ഇപ്പം നിലച്ചക്രം തിരിയെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ മക്കളോട് ഇങ്ങനെ ആവേശം കൂട്ടി കൊണ്ടുവരായിരുന്നു. പക്ഷേ ഇത് കത്തണ പോലൊന്നും ഞാൻ കാണുന്നില്ല. എന്തായാലും വേണ്ടില്ല, ഇപ്പം കത്തിച്ച് കാണിച്ച് തരും എന്നുള്ള ആ ഒരു വിശ്വാസത്തോട് കൂടിയായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് മക്കളെ അത് കത്തി. പക്ഷേ അത് തിരിയുന്നില്ല, നിലച്ചക്രമാണല്ലോ, അതിങ്ങനെ റൗണ്ട് തിരിയണം, അതാണ് അതിൻ്റെ സ്റ്റൈല്. അപ്പം എന്തായാലും അത് റെഡി ആയില്ല. ലാസ്റ്റ് റെഡിയായി വന്ന് എങ്ങനെയെങ്കിലും ആ തീരുന്നതിന് മുന്നേ അതിൻ്റെ ആ ഒരു പെർഫോമൻസ് അത് അവിടെ കാഴ്ച വെച്ചിട്ടുണ്ട്. എന്തായാലും വേണ്ടില്ല, മക്കൾക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഇതവരെ കളികളാണ്. ഇപ്പം ഇനി ഫുഡ് കൊടുത്ത് ഇവരെ ഉറക്കണം. ഇവരെന്തോ നിനക്കൊന്ന് എനിക്ക് രണ്ട് എന്നൊക്കെ പറഞ്ഞ് വെച്ച് ഓരി വെക്കുന്നുണ്ട്, ശർക്കരയാണ്. ഇങ്ങനെ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ടാറ്റ ബൈ ബൈ, നാളെ കാണാം.